മക്കളും മരുമക്കളും ചെറുമക്കളും ഭൃത്യന്മാരും ഒക്കെ മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരിക്കേണ്ടി വന്നാൽ ദുഃഖമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടാവുമോ? ഇപ്പോൾ നീ കാമനകൾക്ക് അടിമപ്പെട്ടു പോയി. ആ കാമനകളെ ജയിക്കുക, അതുകൊണ്ട് ആനന്ദം നേടാം. ആ ആനന്ദമാണ് പരമാനന്ദം. ആ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ. നിർണയം നിനക്ക് മുക്തനായി തീരാം. ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ ദിവ്യ ദൃഷ്ടി കൊണ്ട് അറിയുന്ന യോഗീശ്വരനാണ് ഞാൻ, മഹാമുനിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ശ്രീരാമചന്ദ്രൻ്റെ പരിചരണത്താൽ തന്നെ രാമലക്ഷ്മണൻ വാനവീരന്മാരൊക്കെ മഹാലസ്യം വിട്ട് എഴുന്നേറ്റു. ഇനിയിപ്പോൾ നിന്റെ മരുന്നൊന്നും വേണ്ട. ഇവിടെ ഈ പുണ്യാശ്രമത്തിൽ നീ കണ്ട താപസനല്ല, മഹാദുഷ്ടനായിട്ടുള്ള കാലനീം എന്ന രാക്ഷസനാണ്. എല്ലാവരും കാണുകയും മേഘനാഥൻ ചെയ്തു സീതാദേവിയെ നിർദ്ദയം അപ്പോൾ തന്നെ ഇങ്ങോട്ട് കഴുത്തറുത്ത് കൊല്ലുകയാണ്. ഇന്ദ്രജിത്ത് മരിച്ചതോടുകൂടി രാവണൻ മരിച്ചു. രാവണന്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചോളൂ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആത്മാരാമം. നമസ്കാരം സാർ. നമസ്തേ. അധ്യാത്മരാമായണത്തെ അധികരിച്ചുകൊണ്ട് അങ്ങ് നടത്തുന്ന ഈ കഥാകഥനത്തിൽ നമ്മൾ യുദ്ധകാണ്ഡത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കാലനേമിയുടെ പുറപ്പാട് മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ആ ഭാഗത്തെക്കുറിച്ച് അങ്ങൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഔഷധം കൊണ്ടുവരാനായിട്ട് ആഞ്ജനേയൻ വായുപുത്രൻ വായുവേഗത്തിൽ പോയതറിഞ്ഞു. അപ്പോൾ തന്നെ ചാരന്മാർ രാവണനെ വിവരം അറിയിച്ചു. രാവണന് വിഷയമായി. തിരിച്ച് ഔഷധം മറ്റു കൊണ്ടുവന്ന് പ്രശ്നമായാൽ ഇവരൊക്കെ തിരിച്ചു വരില്ലേ? അപ്പോൾ ആലോചനയിൽ മുഴുകി അകമ്പടിക്കാരായിട്ട് ആരുമില്ലാതെ ആ സമയത്ത് വന്നു കാലനേമി. കാലനേമി അടുത്ത് ചെന്നു. എന്താ ഒറ്റയ്ക്ക് എഴുന്നള്ളാൻ കാരണം? പ്രത്യേകിച്ച് വല്ല കാരണങ്ങളുണ്ടോ? എന്താ? അപ്പോൾ രാവണൻ പറഞ്ഞു, കാലക്കേടിന് എന്ത് പറയാൻ പറ്റും? കഷ്ടപ്പാടുകളൊക്കെ നിന്നോട് പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത്. കരുത്തനായ ലക്ഷ്മണൻ എൻ്റെ ശക്തിയായിട്ട് നിലംപതിച്ച്, പിന്നെ എൻ്റെ മകനായിട്ടുള്ള മേഘനാഥൻ രാജാക്കന്മാരെയും വാനന്മാരെയും ഒക്കെ കൊന്നു വീഴ്ത്തി ജയഭേര്യമായിട്ട് ജയിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് മേഘനാഥൻ മടങ്ങി വന്നു. പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ ജീവിപ്പിക്കാനായിട്ട് വായുപുത്രൻ ഹനുമാൻ പോയതായിട്ടറിയുന്നു. അതുകൊണ്ട് നീ പോയിട്ട് ഹനുമാൻ്റെ മാർഗത്തിന് തടസ്സമുണ്ടാക്കണം. ഹനുമാൻ അവിടെ പോകാൻ ഇടവരരുത്, ആ ഔഷധം കൊണ്ടുവരാൻ ഇടവരരുത്. അതിനുള്ള വഴിയും പറഞ്ഞു തരാം. താപസവേഷം ധരിച്ചിട്ട് വഴിക്ക് എവിടെയെങ്കിലും നിൽക്കുക, എന്നിട്ട് അവനെ എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിക്കുക. ഏത് വിധത്തിലെങ്കിലും അവൻ്റെ യാത്രയ്ക്ക് കാലതാമസം വരുത്തുക. അപ്പോൾ അത്യന്തം തമോ ഗുണപ്രധാനമായിട്ടുള്ള ആ വാക്കുകളൊക്കെ കേട്ടു. വാക്കുകളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, അങ്ങ് സാമവേദജ്ഞനാണ്, അല്ലയോ സാമവേദജ്ഞനായ ലങ്കാധിപ, എൻ്റെ ശാന്തമായിട്ടുള്ള വാക്കുകൾ അങ്ങ് ക്ഷമയോടെ കേൾക്കണം. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. മാരീജനെ പോലെ പോയിട്ട് മരണം വരിക്കാൻ എനിക്ക് സങ്കോചമേ ഇല്ല. അനുജന്മാരും മക്കളും മരുമക്കളും ചെറുമക്കളും ഭൃത്യന്മാരും ഒക്കെ മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരിക്കേണ്ടി വന്നാൽ ദുഃഖമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടാവുമോ? പിന്നെ രാജ്യം ഉണ്ടായിട്ടെന്താ കാര്യം? ബന്ധുമിത്രാദികളൊന്നും ഇല്ലാതെ രാജ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? സീത കൈവശം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? പിന്നെ ഈ ജഡമാണ് ശരീരം. ഈ ജഡമായിട്ടുള്ള ശരീരം ശേഷിച്ചതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അതുകൊണ്ട്
സീത രാമന് ചെന്ന് കൊടുക്കുക. വിഭീഷണന് രാജ്യാധിപത്യം നൽകുക. എന്നിട്ട് സുഖമായിട്ട് തപസ്സനുഷ്ഠിക്കുക. മഹാദേവൻ്റെ ഭക്തനല്ലേ. അതുകൊണ്ട് ലൗകിക വിഷയങ്ങളിൽ ആസക്തിയൊക്കെ വെടിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി തന്നിൽ തന്നെ ആ പരമാത്മ ചൈതന്യത്തെ ദർശിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാനനം തന്നിൽ മുനീവേഷവും കൊണ്ട് മാനസ ശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യൂഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകൊണ്ട് ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായതെന്തൊന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയെന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരു മായയെന്നും പറഞ്ഞിടുന്നു. കാലനേമി രാവണനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തപസ് ചെയ്യുക. ആ തപസ്സിലൂടെ മുക്തിയിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് മായയുടെ സ്വഭാവം അറിയണം. ത്രിഗുണാത്മികയായിരിക്കുന്ന മായ, ആ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എന്നിങ്ങനെയുള്ള നിറത്തോടു കൂടിയ ആ മായ, കാമക്രോധാദികളൊക്കെ മായയുടെ പുത്രന്മാരാണ്. തൃഷ്ണാഹിംസ ഇതൊക്കെ പുത്രിമാരാണ്. അതുകൊണ്ട് നമ്മളെ വശീകരിച്ച് കളയും. ആര്? മായ. അതിൽ വശംവദരാകാതെ നമ്മൾ ഈശ്വരനിൽ ആ മനസ്സുറപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നും നിവൃത്തനായി ആത്മദർശനം ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് കാമനകളെ ജയിക്കുക. ഇപ്പോൾ നീ കാമനകൾക്ക് അടിമപ്പെട്ടു പോയി. ആ കാമനകളെ ജയിക്കുക. അതുകൊണ്ട് ആനന്ദം നേടാം. ആ ആനന്ദമാണ് പരമാനന്ദം. അല്ലാതെ ഈ കാമനകളിലൂടെ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് തുച്ഛമാണ്, നശ്വരങ്ങളാണ്. അതുകൊണ്ട് ധ്യാനിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ നിത്യവും സഗുണനായിട്ടുള്ള ദേവനെ ആശ്രയിക്കുക. ഹൃദയകമലത്തിൻ്റെ കർണികാ മധ്യത്തിലുള്ള രത്നഗണങ്ങൾ കൊണ്ട് മനോഹരമായ സ്വർണ്ണപീഠത്തിൽ സീതാസഹിതനായി ലക്ഷ്മണ സേവിതനായിരിക്കുന്ന ആ രാമനെ സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം, അങ്ങനെയുള്ള ഭഗവാനെ ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ. നിർണയം നിനക്ക് മുക്തനായി തീരാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കുകയും എപ്പോഴും രാമരാമ രാമരാമ എന്ന് ജപിക്കുകയും ചെയ്യുക. പിന്നെ പുനർജന്മമില്ല. ജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ പോലും ഇല്ലാതാകും. അതുകൊണ്ട് വിരോധമുപേക്ഷിച്ച് ആരെ ആശ്രയിക്കുക? ശ്രീരാമനെ ആശ്രയിക്കുക. അപ്പോൾ കാലനേമി പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ശരിക്കും അമൃതതുല്യങ്ങളാണ്. അങ്ങനെ അമൃതതുല്യങ്ങളായിട്ടുള്ള ആ വാക്കുകൾ കേട്ടിട്ടും രാക്ഷസ രാജാവ് കോപം കൊണ്ടങ്ങോട്ട് വിറയ്ക്കുകയാണ്. ഇപ്പം തന്നെ നിൻ്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. ആര്? കാലനേമിയുടെ ഗളച്ഛേദം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. നിന്നെ വെട്ടിക്കൊന്നിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. പിന്നീട് വരുന്നതൊക്കെ ഞാൻ പിന്നീട് കണ്ടോളാം. അപ്പം നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. നിന്നെ കൊന്നിട്ടേ ഉള്ളൂ കാര്യം. അപ്പോൾ കാലനേമി ആലോചിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടബുദ്ധേ രാക്ഷസരാജ, ക്രൂര സ്വഭാവം മതിയാക്കുക. ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിൻ്റെ ആജ്ഞ ഞാൻ അനുഷ്ഠിക്കാം. കാരണം എനിക്ക് സദ്ഗതി വരാൻ അത് തന്നെയാണ് നല്ലത്. സത്യസ്വരൂപത്തെ വഞ്ചിക്കാൻ ഞാനിന്ന് ഒരുങ്ങിപ്പോയി. എന്തായാലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാലനേമി ഒരു മുനിയുടെ സ്വരൂപം, ഒരു മുനി വേഷം ധരിച്ചു. ഹിമവത് പാർശ്വത്തിൽ ചെന്നു. അങ്ങനെ ഒരു താപസാശ്രമത്തിൽ ശിഷ്യഗണങ്ങളും പരിചാരന്മാരെ കൊണ്ടുവന്ന് കണ്ടിട്ട് ഹനുമാൻ അല്പസമയം ചിന്തയിൽ
ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം വരാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ആര്? ഹനുമാൻ മനസ്സിലായി. ഹനുമാൻ മനസ്സിലായി. കാരണം മുൻപൊന്നും ഞാൻ ഇവിടെ ഇത് കണ്ടിട്ടില്ല. വഴിതെറ്റിപ്പോയതാണോ അല്ല എനിക്ക് മാനസവിഭ്രാന്തിയാണോ? മഹർഷിയെ കണ്ട് എന്തായാലും ഒരു ആശ്രമമല്ലേ, വെള്ളം കുടിച്ച് ദാഹം തീർത്തിട്ട് പൊക്കളയാം എന്ന് വിചാരിച്ച് ഒരു യോജന വിസ്താരമുള്ള ആ മായാനിർമ്മിതമായിട്ടുള്ള ആശ്രമം കണ്ടു. ആ ആശ്രമം മനോഹരമായിട്ടുള്ള ആശ്രമമാണ്. കാരണം താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ അത് ആ ആശ്രമം കണ്ടു. അപ്പോൾ കാലനീമി എന്ന രാക്ഷസൻ അവിടെ ആ ഹോമശാലയിൽ ഋത്വിക്കളോട് കൂട്ടിയിട്ട് അങ്ങനെ ഇന്ദ്രയാഗം അനുഷ്ഠിച്ച് മഹാദേവനെ പ്രസാദിപ്പിക്കുക, ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമസ്കരിച്ച് പറഞ്ഞു, രാമദൂതോഹം ഹനുമാനിതി മമ നാമം. ഞാൻ രാമദൂതനാണ്, ഹനുമാൻ എന്നാണ് പേര്. പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദമിന്നു പോകുന്നു തപോനിധേ. ഞാൻ പോവാണ്. എന്തിനാണ് പോകുന്നത്? ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരുപാട് പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ദാഹം സഹിക്കാതെ വന്നപ്പോൾ വെള്ളം കുടിച്ച് ഒന്ന് ശരീരരക്ഷ ചെയ്യാം എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. കുടിവെള്ളം എവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് പൊക്കോളാം. എവിടെയാണ് എങ്ങു ജലസ്ഥലം എന്നരുൾ ചെയ്യണം, എങ്ങുമേ പാർക്കരൂതെന്നൻ എവിടെയും താമസിക്കില്ല എന്നെൻ്റെത് നിശ്ചയമാണ്. അപ്പോൾ കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈ കമണ്ടലിലുള്ള വെള്ളം ദാഹം തീരുവോളം കുടിച്ചോളൂ. പഴുത്ത പഴങ്ങളൊക്കെ തിന്ന് അല്പസമയം ഇവിടെ ഒന്ന് ഉറങ്ങുക. പരിഭ്രമിക്കേണ്ട. ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ ദിവ്യ ദൃഷ്ടി കൊണ്ടറിയുന്ന യോഗീശ്വരനാണ് ഞാൻ, മഹാമുനിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ശ്രീരാമചന്ദ്രൻ്റെ പരിചരണത്താൽ തന്നെ രാമലക്ഷ്മണൻ വാനവീരന്മാരൊക്കെ മഹാലസ്യം വിട്ട് എഴുന്നേറ്റു. ഇനിയിപ്പോൾ നിൻ്റെ മരുന്നൊന്നും വേണ്ട. അവർ പോരിനിങ്ങനെ അണിഞ്ഞ് റെഡിയായിട്ട് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുക. ഇപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഞാൻ ഇതൊക്കെ കാണുകയാണ്. അങ്ങ് കരുണാമയനാണ്. എനിക്ക് ദാഹമുണ്ട്, അത് ശമിപ്പിക്കാൻ ഈ കമണ്ടലൂരിലെ വെള്ളമൊന്നും പോരാ. അപ്പോൾ മായാനിർമ്മിതനായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയോട് ജലാശയം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. കണ്ണുകൾ അടച്ചുകൊണ്ടുപോയി വെള്ളം കുടിച്ചിട്ട് വേഗം എൻ്റെ അടുക്കൽ വരിക. അപ്പോൾ ഔഷധം കണ്ടെത്താനുള്ള മാർഗം ഞാൻ മന്ത്രം ഉപദേശിച്ചു തരാം. അപ്പോൾ വായുപുത്രൻ അത് വിശ്വസിച്ചു. ആ ബ്രഹ്മചാരിയുടെ കൂടെ കണ്ണടച്ചുകൊണ്ട് തടാകത്തിൻ്റെ തീരത്ത് ചെന്നു. വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഭീകരജീവിയായിട്ടുള്ള പെൺമുതല വന്ന് വാനരനെ ഭക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹനുമാൻ കണ്ണു മിഴിച്ചു നോക്കി. വായും പിളർന്നുകൊണ്ട് വിഴുങ്ങാൻ വന്ന മുതലെ കൈകൊണ്ട് പിടികൂടി ഹനുമാൻ പിളർന്നു. അപ്പോൾ ജീവിയുടെ ആ ഒരു ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഒരു മിന്നൽ കൊടി പോലെ പൊങ്ങി. ആകാശത്തൊരു ദിവ്യ വിമാനത്തിൽ ദിവ്യരൂപമുള്ളൊരു സ്ത്രീരത്നം. ആ അതിസുന്ദരിയായിട്ടുള്ള ആ ഒരു അപ്സര സ്ത്രീ ഹനുമാനോട് പറഞ്ഞു, നിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കിന്ന് ശാപമോക്ഷം കിട്ടി, സന്തോഷം. പണ്ടൊരു അപ്സര സ്ത്രീയായിരുന്നു ഞാൻ. ഒരു മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാൻ ഇവിടെ ആ രാക്ഷസിയായത്. എൻ്റെ പേര് ധന്യമാലി എന്നാണ്. ആദരണീയനായിട്ടുള്ള നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഈ പുണ്യാശ്രമത്തിൽ നീ കണ്ട താപസനല്ല, കളി പൊളിച്ചു. മഹാദുഷ്ടനായിട്ടുള്ള കാലനീമി എന്ന രാക്ഷസനാണ്. രാവണൻ്റെ പ്രേരണ കൊണ്ട് നിന്നെ മുടക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. താപസന്മാർ, ദേവന്മാർ, ബ്രാഹ്മണർ ഇവരൊക്കെ ഹിംസിക്കുന്ന ദുഷ്ടനെ നിഗ്രഹിക്കണം. എന്നിട്ട് ദ്രോണാചലത്തിൽ ചെല്ലുക, ദിവ്യ ഔഷധങ്ങൾ ശേഖരിച്ചുകൊണ്ട് വേഗം മടങ്ങിച്ചെല്ലണം. ഞാൻ ബ്രഹ്മലോകത്തിലേക്ക് പോവുകയായി, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അവൾ മറഞ്ഞു. ഹനുമാൻ അപ്പം തന്നെ കാലനേമിയുടെ അടുത്തെത്തി. രാക്ഷസൻ ഹനുമാനോട് പറഞ്ഞിടോ, നീ വരാനെന്താ ഇത്ര വൈകിയത്? ഇനി സമയം കളയാതെ പെട്ടെന്ന് വരൂ, ഞാൻ മൂലമന്ത്രം നിനക്ക് ഉപദേശിച്ചു തരാം. ദക്ഷിണ തന്ന് അഭിവാദ്യം അർപ്പിച്ചു, നീ ബഹു കേമനായിത്തീരും. അപ്പം തന്നെ ഹനുമാൻ നന്നായിട്ട് മുഷ്ടി അങ്ങോട്ട് ചുരുട്ടി കാലനീമിയുടെ തലകരാറ്റ് ഇട്ടിട്ട് കൊടുത്തു. അപ്പം തന്നെ കാലനീമി കാലപുരിയിലേക്ക് പോയി, മോക്ഷം കിട്ടി. അപ്പം തന്നെ പിന്നെ ഹനുമാൻ പാൽക്കടലും കടന്ന് ദ്രോണപർവ്വതം കണ്ടു. ഔഷധം നിൽക്കുന്നതായിട്ട് പറയപ്പെട്ട
വൃഷഭാതിരിയിലാണല്ലോ ദിവ്യ ഔഷധങ്ങൾ. പക്ഷേ ഔഷധങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദേഷ്യം വന്നു. ആ പർവ്വതം തന്നെ പറിച്ചെടുത്ത് ആ ചന്ദ്രബിംബത്തെ എന്ന് പോലെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് നേരെ മടങ്ങിച്ചെന്ന് ശ്രീരാമൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. അപ്പോൾ തന്നെ സന്തോഷമായി. മഹാദേവനും ആ കാഴ്ച ആനന്ദകരമായി. ആ ദിവ്യ ഔഷധത്തിൻ്റെ കാറ്റേറ്റതേ ഉള്ളൂ. സ്വതേ ഔഷധങ്ങളൊക്കെ ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ രസമൊക്കെ കൊടുക്കണം, ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ എല്ലാവരും ഉണർന്നു. ശ്രീരാം ഹനുമാനോട് പറഞ്ഞു, ഈ കുന്നിനെ മുൻപ് ഇരുന്നത് പോലെ തിരികെ കൊണ്ട് വയ്ക്കണം. അല്ലാത്ത പക്ഷം രാക്ഷസ സൈന്യത്തെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? കാരണം മരിച്ച ആളുകൾ ഇതിൻ്റെ കാറ്റെടുക്കുമ്പോൾ എന്നിട്ട് വരുമല്ലോ. അപ്പോൾ ഹനുമാൻ ആ മലയെ എടുത്ത് ഉയർന്നു പൊങ്ങി. അപ്പോൾ തന്നെ അരനിമിഷം കൊണ്ട് അവിടെ കൊണ്ടുവന്നു, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ പോരിൽ മരിച്ചുപോയ രാക്ഷസന്മാരുടെ ജഡങ്ങൾ രാവണ നിയോഗമനുസരിച്ച് രാക്ഷസന്മാരെടുത്ത് കടലിൽ തള്ളിയിരുന്നുകൊണ്ട് അവരാരും തന്നെ ഔഷധത്തിൻ്റെ കാറ്റേറ്റ് ജീവിച്ചില്ല. രാമലക്ഷ്മണന്മാരും വാനന്മാരും എല്ലാവരും ഉണർന്നു വന്നല്ലോ, വളരെ സന്തോഷമായി. അപ്പോൾ സുഗ്രീവനും അംഗദനും കൂടി വാനന്മാരോട് പറഞ്ഞു, ആരും ഇനി പുറത്തു നിൽക്കരുത്, എല്ലാവരും കോട്ടയുടെ ഉള്ളിൽ കടന്നു കയറി മതിലുകൾ തകർക്കണം, വീടുകളെല്ലാം കൊള്ളി വയ്ക്കണം, മരങ്ങളൊക്കെ മുറിച്ച് തള്ളണം, കിണറുകളും തടാകങ്ങളും എല്ലാം ഇടിച്ച് തകർത്ത് നിരപ്പാക്കണം, ഗോപുരവാതിൽ വരെയുള്ള കിടങ്ങുകളൊക്കെ നിരപ്പാക്കുക. ഇനി കിടങ്ങുകളോ ഒന്നും വേണ്ട. കാരണം രാക്ഷസന്മാർ ഏതാണ്ടൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉൾക്കരുത്തുള്ളവർ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തീവെപ്പോട് കൂടിയിട്ട് അവർ പുറത്തു വരും. അപ്പോൾ അവരെ നമുക്ക് നിഗ്രഹിക്കാം. അപ്പോൾ വാനന്മാർ കേൾക്കേണ്ട താമസം മാളികയും ഗോപുരങ്ങളും മാത്തും ഇതും എല്ലാം തകർത്ത് തച്ച് തരിപ്പണമാക്കാൻ തുടങ്ങി. കിട്ടുന്നിടത്തൊക്കെ എവിടെയൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. കൂരകൾ, ആയുധശാലകൾ, ആഭരണശാലകൾ, കുളിപ്പുരകൾ എല്ലാം ഒക്കെ ബന്ധങ്ങൾ പിന്നെ മുഴുവൻ ഭസ്മമാകാൻ തുടങ്ങി. കുതിരപ്പന്തി, തേരുകൾ എല്ലാം വെന്തടിയാൻ തുടങ്ങി. വലിയ 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 മാളികകളുടെ മുകളിൽ അഗ്നി അങ്ങോട്ട് പടർന്നപ്പോൾ സ്വർഗലോകത്തോളം ചെന്ന് ഇന്ദ്രനോട് അവസ്ഥകൾ അറിയിക്കുന്ന പോലെ തോന്നി അഗ്നി. അപ്പോൾ പണ്ട് ഹനുമാൻ ദഹിപ്പിച്ചതിനേക്കാൾ വലിയ ഐശ്വര്യപൂർണ്ണമാക്കിയിരുന്ന ലങ്കാപുരിയൊക്കെ ചാമ്പലായി. രാക്ഷസ സ്ത്രീകളൊക്കെ ശരീരം വെന്ത് അലറി വിളിച്ചുകൊണ്ട് ദുരിതരെ പായാൻ തുടങ്ങി. അതിനിടയിൽ അതിഘോരങ്ങളായിട്ടുള്ള ശരങ്ങൾ പൊഴിച്ച് രാക്ഷസന്മാരെ രാമനും വകവരുത്തി. ഇന്ദ്രജിത്തിൻ്റെ വിജയം കൊണ്ട് എല്ലാവരും മതിമറന്നിരിക്കുകയായിരുന്നു. ജയിച്ചു എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ രാക്ഷസന്മാരുടെ നിലവിളി മുഴങ്ങി, രാക്ഷസികളുടെ കരച്ചിൽ, ആകപ്പാട് അന്തരീക്ഷം മുഴുവൻ കരച്ചിൽ കൊണ്ട് മുഖരിതമായി. രാവണൻ ആകപ്പാട് പ്രയാസം. അപ്പോൾ രാവണൻ്റെ നിർദ്ദേശപ്രകാരം ഇനി യുദ്ധത്തിന് പോകേണ്ടതാരാ? കുംഭകർണൻ്റെ മകൻ കുംഭനും നികുംഭനും ഉണ്ടല്ലോ. അപ്പോൾ കുംഭനും നികുംഭനും യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രജംഘൻ, പിന്നെ യൂപാക്ഷൻ, ശോണിതാക്ഷൻ ഇവരൊക്കെ ഉണ്ട്. ഉത്സാഹഭരിതരായി അങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം. വലിയ ഈ വൻ മരങ്ങളൊക്കെയാണ് പിഴുതെടുത്തിട്ടാണ് എറിയുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം അങ്ങനെയാണ്. അപ്പോൾ 4-5 നാഴിക നേരം യുദ്ധം പിന്നെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ രാക്ഷസന്മാരൊക്കെ ഏകദേശം ഒടുങ്ങി. പിന്നെ കമ്പനൻ എന്ന രാക്ഷസൻ വന്നു. ശരങ്ങളേറ്റ് വാനരന്മാരൊക്കെ വിറച്ച് പിന്മാറി. അപ്പോൾ അംഗദനാണ് കമ്പനനെ വധിച്ചത്. കമ്പനനെ അംഗദൻ വധിച്ചു. പിന്നെ പ്രജംഗൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ അവർ വരുന്ന കണ്ടപ്പോൾ അംഗദൻ അവരോട് 3 പേരോടും യുദ്ധം ചെയ്തു. അംഗദൻ തളരുന്നത് കണ്ടപ്പോൾ മൈന്ദനും വിവിധനും അശ്വിനികുമാരന്മാരുടെ പുത്രന്മാരാണ്. അവർ 2 പേരും കൂടി മുന്നണിയിൽ വന്നു. അംഗദൻ പ്രജംഘനെ നിഗ്രഹിച്ചു, വിവിധൻ ശോണിതാക്ഷനെ നിഗ്രഹിച്ചു, മൈന്ദൻ യൂപാക്ഷനെ നിഗ്രഹിച്ചു. അവർ അങ്ങനെ 4 പേരും കാലപുരി പൂകിയപ്പോൾ കുംഭൻ മുന്നോട്ട് വന്നു. പിന്നെ ശരമാരി തന്നെ സുഗ്രീവൻ തേരിൽ ചാടിക്കയറി കുംഭൻ്റെ വില്ല് തകർത്തു. പിന്നെ മുഷ്ടിയുദ്ധത്തിനിടയിൽ സുഗ്രീവൻ കുംഭനെ എടുത്തുയർത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിനെ കലക്കി മറിച്ചുകൊണ്ട് കുംഭൻ കയറി വീണ്ടും വന്നു. വീണ്ടും അതിഘോരമായിട്ടുള്ള യുദ്ധങ്ങൾ പിന്നെ വന്നു. അവസാനം സുഗ്രീവനാണ് കുംഭനെ
നിഗ്രഹിക്കുന്നത്. അങ്ങനെ സുഗ്രീവൻ കുംഭനെ നിഗ്രഹിച്ചു. പിന്നെ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുംഭനെ സുഗ്രീവൻ കൊല്ലുന്നു കണ്ടപ്പോൾ നികുംഭൻ പരിഹവുമായിട്ട് സംഹാരത്തിനെ പോലെ വന്നു. അപ്പോൾ ഹനുമാൻ സുഗ്രീവനെ പിന്തള്ളി മുന്നള്ളി വന്ന് കുംഭനെ ചെറുത്തു. അങ്ങനെ ഹനുമാൻ നികുംഭൻ്റെ മാറിൽ ആഞ്ഞടിച്ചു. അങ്ങനെ നികുംഭനും തൻ്റെ പരിഹവും ഒക്കെ വീണു. അവസാനം വായുപുത്രൻ നികുംഭൻ്റെ ശിരസ് മുറിച്ചെറിഞ്ഞു. അങ്ങനെ കുംഭനെ സുഗ്രീവനും നികുംഭനെ ഹനുമാൻ നിഗ്രഹിച്ചു. വാനന്മാർക്ക് ആവേശമായി. പിന്നെ ലങ്കാപുരിൽ കടന്നു, വാതിലുകളൊക്കെ ബന്ധിച്ച് രാക്ഷസന്മാർ പോയി രാവണന് വിവരറിയിച്ചു. അപ്പോൾ കുംഭൻ നികുംഭൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരെല്ലാം കാലപുരിക്ക് പോയി എന്ന് രാവണൻ അറിഞ്ഞു. ഇന്ദ്രിയത്വം ശരിക്കും ഒന്ന് വിറച്ചു. അപ്പോൾ മകരാക്ഷനെ വിളിച്ചു. ഖരൻ്റെ പുത്രൻ മകരാക്ഷനെ വിളിച്ച് രാവണൻ പറഞ്ഞു, ഇനി നീ രാമാദികളെ ജയിച്ചിട്ട് വരൂ. അപ്പോൾ മകരാക്ഷനാണ് പിന്നെ ആ സൈന്യ സമേതനായിട്ട് പോർക്കളത്തിൽ വരുന്നത്. അപ്പോൾ രാമേന്ദ്രൻ നേരിട്ട് തന്നെ രാമൻ ആ രാക്ഷസനോട് യുദ്ധം ചെയ്തു. രാമൻ്റെ പിന്നെ ശരീരത്തൊക്കെ പല പല മുറിവുകളൊക്കെ പറ്റി. അതിഘോരമായിട്ടുള്ള ആ യുദ്ധത്തിൽ മകരാക്ഷൻ തളർന്നു. അവസാനം രാക്ഷസൻ്റെ ആ തേരാളിയെ കൊന്നു. അതോടുകൂടിയിട്ട് ശൂലവുമായിട്ട് ആ മകരാക്ഷൻ വന്നു. അപ്പോൾ രാമൻ പാവകാസ്ത്രം പ്രയോഗിച്ച്, ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ഗളച്ഛേദം നടത്തി ആ ദേവന്മാരുടെ വലിയൊരു ആപത്തായിട്ടുള്ള മകരാക്ഷനെ നിഗ്രഹിച്ചു. അതോടുകൂടിയിട്ട് രാവണപുത്രൻ ഓടി വരികയാണ്. രാവണപുത്രൻ അങ്ങനെ ഓടി വന്നു. അപ്പോൾ ഇനി ഒരിക്കലും ഇവരെ ബാക്കി വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മേഘനാഥൻ രാവണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, ശത്രുക്കളെ വധിച്ച് അങ്ങയുടെ വല്ലായ്മ തീർക്കും, അങ്ങ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് അച്ഛനെ നമസ്കരിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് പോരാടാനായിട്ട് പുറപ്പെടുക. ഇന്ദ്രജിത്ത് അച്ഛനെ രാവണനെ നമസ്കരിച്ച് പുറപ്പെട്ടു. ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, ഇന്ദ്രജിത്ത് പതിവായിട്ട് മായയിൽ മറഞ്ഞു നിന്നുകൊണ്ട് അസ്ത്രപ്രയോഗം നടത്തി നമുക്ക് അന്ത്യം വരുത്തുന്നത് ഇനിയും എത്ര കാലം സഹിക്കണം? അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ആ രാക്ഷസ വംശത്തെ നിഗ്രഹിക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ പറഞ്ഞു, പുറക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന നേരെ മുൻപിൽ വരാത്തവരോടും പേടിച്ചരണ്ട് കാൽക്കൽ വീഴുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്ന്. ആ നിയമം നമ്മൾ ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കാതെ കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞു. രാമൻ വില്ലും കുലച്ച് തയ്യാറായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ തേരിൽ മായാസീതയെ ഇരുത്തിക്കൊണ്ട് പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ പുറത്തു വന്നു. ആ പുറത്തു വന്ന് അതുകൊണ്ട് വാനന്മാരൊക്കെ സ്തബ്ധരായിപ്പോയി. എന്ത് കാഴ്ച! ഹനുമാനും ആ കാഴ്ച കണ്ടു. എല്ലാവരും കാണുക. മേഘനാഥൻ എന്ത് ചെയ്തു? സീതാദേവിയെ നിർദ്ദയം അപ്പോൾ തന്നെ ഇങ്ങോട്ട് ആ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അയ്യോ വിഭോ രാമരാമേതി വാവിട്ട് മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നിതതു കണ്ട് മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതെന്ന മുക്കിനി യുദ്ധത്തിന് ആപത്തിതിൻ പരമെന്തുള്ളതീശ്വരാ. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലം. എന്തുപറ്റി? മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതുപോരിൻ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ എങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരൂതേതുമേ. ഇത്തമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പൊന്നിതു ഭവാൻ ബന്ധമെന്നങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ, ഉണ്ടൊരവസ്ഥ ഉണ്ടായിട്ടിതെപ്പോഴേ ചെന്ന്
ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരുക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചെന്നതു കെട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിപ്പിച്ചതു മൈഥിലി തന്നെ നാശവൃത്താന്തപ്പേരുമേ. അപ്പോൾ എല്ലാവരും ശരിക്കും വിശ്വസിച്ചു. എന്ത്? മായാസീതയെ ആ വധിക്കുന്ന നടപ്പോൾ ശരിക്കും ഇത് സീതയുടെ കഥ കഴിഞ്ഞു എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. എന്ത് ഇങ്ങനെ മടങ്ങി വരാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, പിന്മാറിയതല്ല. ലോകനാഥനോട് ഒരു കാര്യം പറയാനുണ്ട്. സീതയെ നിഗ്രഹിച്ച കാര്യം. അങ്ങനെ ജാമ്പവാനെയും കൂട്ടി വാനന്മാർ സന്നിധി രാമൻ്റെ സന്നിധിയിലെത്തി സീതാദേവിയെ ഉണ്ടായ ജീവഹാനിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശരിക്കും രാമൻ ലീലാമാനുഷനായി, സാധാരണ ഒരു മർത്യനായി വാവിട്ട് കരയാണ്. ആ സീത പോയല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ മടിയിലെടുത്ത് വെച്ച് ആശ്വസിപ്പിച്ചു. ലക്ഷ്മണൻ്റെ ആശ്വാസ വാക്കുകൾ, ഇതെന്തുണ്ടായി, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിഭീഷണൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ ചിരിച്ചുകൊണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യയ്യോ കഷ്ടം കഷ്ടം, ഇത് വെറും മായയല്ലേ, ഇതവൻ്റെ ചതിപ്രയോഗമാണ്. വാനന്മാരുടെ ഉപദ്രവം ഉണ്ടാകാതെ നികുംബലിൽ പോയിരുന്ന് ഹോമം നടത്താൻ ഒരു ഉപായം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നികുംബലയിൽ ചെന്ന് ആ ഹോമം തകർക്കണം. ആ ഹോമം പൂർത്തിയായാൽ പിന്നെ അവനെ ലോകത്തിൽ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കുക. ലക്ഷ്മണനും കപിവീരന്മാരൊക്കെ ചേർന്ന് പോയി ആ ഹോമവിഘ്നം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാമൻ എല്ലാവരോടും പോകാൻ പറഞ്ഞു. ലക്ഷ്മണനെയും വിഭീഷണനെയും വാനരവീരന്മാരെയൊക്കെ അനുഗ്രഹിച്ച് ഇന്ദ്രജിത്തിനെ വധിച്ച് മടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവരും കൂടി നേരെ നടന്നു. അപ്പോൾ പോകുന്ന ആൾക്കാരുടെ വലിയൊരു ലിസ്റ്റൊക്കെ ഉണ്ട്, ഒരുപാട് വാനരന്മാർ. അവരെല്ലാവരും ചേർന്ന് നേരെ ആ ഹോമവിഘ്നത്തിനായിട്ട്. അപ്പോൾ ശത്രുക്കളെ അകറ്റാതെ നമുക്ക് ഹോമം പൂർത്തിയാക്കാനാവില്ല. അതുകൊണ്ട് മേഘനാഥൻ അപ്പോൾ തന്നെ അപ്പോൾ ഹനുമാനെ ആദ്യം തടഞ്ഞു നിർത്തി. എന്നിട്ട് നികുംബലയിൽ ആൽത്തറമേൽ കയറി നിന്നു. അപ്പോൾ വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, വീര, ഇവൻ ഹോമം പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയായെങ്കിൽ ഇവനെ വെളിച്ചത്ത് കാണാനാവുമായിരുന്നില്ല. ഹനുമാനോട് കോപിച്ച് ഇവൻ നേരിട്ട് വന്ന് കണ്ടല്ലോ, ഇവൻ്റെ മരണസമയമായി. ഇനി ഒട്ടും വൈകാതെ യുദ്ധം തുടങ്ങിക്കോളൂ, കാരണം ഹോമം പൂർത്തിയായില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ലക്ഷ്മണൻ ശസ്ത്രാസ്ത്രങ്ങളും പ്രയോഗിച്ചു, പ്രത്യസ്ത്രങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് അതിഘോരമായിട്ടുള്ള ആ യുദ്ധം, അതിഘോരമായിട്ടുള്ള ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ടു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, നന്നായി, വംശനാശം വരുത്തുന്നതിന് നീയും നിൻ്റെ പിതാവും കൂടിയാണ്. അതുകൊണ്ട് സൂര്യകുലനാഥനായിട്ടുള്ള രാമൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ വംശത്തെ രക്ഷിക്കുകയാണ്. അപ്പോൾ വിഭീഷണനെ കണ്ടപ്പോൾ ഇന്ദ്രിയത്തിന് സഹിച്ചില്ല. ചതിയൻ, സ്വന്തം കുലത്തെ മുടിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ ലക്ഷ്മണൻ എന്ത് ചെയ്തു? ലക്ഷ്മണൻ അപ്പോൾ തന്നെ അതിഘോരമായിട്ടുള്ള ആ ശരങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് പ്രയോഗിച്ചു. അപ്പോഴേക്കും ലക്ഷ്മണൻ്റെ നേരെ 7 ബാണങ്ങൾ പ്രയോഗിച്ചു. ഹനുമാൻ്റെ നേരെ 10 ശരങ്ങൾ, വിഭീഷണൻ്റെ നേരെ 100 ശരങ്ങൾ. ഇങ്ങനെ വീണ്ടും 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 ശരങ്ങൾ, ആയിരക്കണക്കിന് ശരങ്ങൾ പ്രയോഗിച്ച് ലക്ഷ്മണൻ്റെ പടച്ചട്ട തകർത്തു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും ഒരുപോലെ രക്തത്തിൽ കുളിച്ചു. ലക്ഷ്മണൻ വളരെ അടുത്ത് നിന്നുകൊണ്ട് 5 ബാണങ്ങൾ തൊടുത്ത് ആ മേഘനാഥൻ്റെ തേര് തകർത്തു. കുതിരകൾ ചത്തു വീണു, സാരഥിയുടെ തല വേർപെട്ടു, മേഘനാഥൻ്റെ വില്ലും മുറിഞ്ഞു. ഉടനെ തന്നെ പിന്നെ ഇന്ദ്രജിത്ത് മറ്റൊരു വില്ലെടുത്ത് കുലച്ചു. ലക്ഷ്മണൻ 3 ശരങ്ങൾ കൊണ്ട് അപ്പോൾ തന്നെ ഇന്ദ്രജിത്തിൻ്റെ വില്ലും വീണ്ടും ഓക്കെങ്ങോട്ട് തല്ലി, മറ്റൊരു വില്ലെടുത്ത് കുലച്ചു. അപ്പോഴേക്കും അതിഘോരമായിട്ടുള്ള യുദ്ധം, അതിഘോരമായിട്ടുള്ള ആ യുദ്ധത്തിലെ തേര് തന്നെ തകർത്തു. വീണ്ടും മറ്റൊരു തേരുമായിട്ട് വീണ്ടും യുദ്ധം. ഇങ്ങനൊരു യുദ്ധം ഇനി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസമാണ് ലക്ഷ്മണൻ രാമവാദങ്ങളെ ധ്യാനിച്ച് ഐന്ദ്രാസ്ത്രം ജപിച്ചു. ആ ഐന്ദ്രാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ ശിരച്ഛേദം ചെയ്തു. അങ്ങനെ കടലിൽ പോയി മുഴുകി ശുദ്ധമായിട്ട് വീണ്ടും വന്ന് ആവനാഴിയിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ രാവണപുത്രൻ്റെ ആ ഉടൽ വീണു. എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള ആ ദേവവൃന്ദങ്ങളുടെ പാട്ടൊക്കെ ഉണ്ട് അവിടെ. എല്ലാവരും ലക്ഷ്മണനെ സ്തുതിച്ച്
പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി രാമൻ ലക്ഷ്മണൻ മാറോടണച്ച് അഭിനന്ദിച്ചു. വളരെ സന്തോഷമായി. വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് നീ ചെയ്തത്. ഇന്ദ്രജിത്ത് മരിച്ചതോടുകൂടി രാവണൻ മരിച്ചു. രാവണൻ്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചോളൂ. ഇനിയിപ്പോൾ ക്രുദ്ധനായിട്ട് രാവണൻ നമ്മളോട് പോരാടാൻ പുത്രശോകം കൊണ്ട് വന്നോളും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുത്രൻ്റെ മരണവാർത്ത രാവണൻ അറിഞ്ഞു കഴിഞ്ഞു. മോഹാലസ്യപ്പെട്ട് വീണു. പിന്നെ ഉണർന്ന് ദീനദീനം വിലവി ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന ഹാഹാ സുകുമാര വീര മനോഹരാം മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖമീതെന്നു മറക്കുന്നതുള്ളി ഞാൻ പിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായുറങ്ങിയിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. എൻ്റെ ജന്മം തന്നെ നിഷ്ഫലമായില്ലേ എന്നൊക്കെ പറഞ്ഞ് രാവണൻ ഖഡ്ഗവുമായിട്ട് അപ്പോൾ തന്നെ നേരെ എവിടേക്ക് സീതയുടെ കഥ കഴിക്കാനാണ്. അപ്പോൾ വിറച്ച് സീത അശോകനിക്ക് രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുപാർശ്വൻ എന്ന രാക്ഷസ ശ്രേഷ്ഠൻ നീതിമാർഗം ഉപദേശിക്കാൻ വന്നു. സുപാർശ്വൻ രാവണനോട് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ വംശത്തിൽ ജനിച്ച അങ്ങ് നിർമ്മലനാണ്, 3 ലോകത്തും പ്രസിദ്ധമാണ്. സുബ്രഹ്മണ്യനോ അനന്തനോ പോലും അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ സാധ്യമല്ല. മഹാദേവൻ്റെ സേവകന്മാരിൽ മുഖ്യനാണ്. പൗലസ്ത്യൻ്റെ പൗത്രൻ, 3 ലോകത്തിലും അഭിവന്ദനായിട്ടുള്ള രാക്ഷസ രാജാവ്, കുബേരൻ്റെ അനിയൻ, സാമവേദ പണ്ഡിതൻ, സർവവിദ്യാകുശലൻ. രാവണൻ്റെ മഹിമ പറയാനാണെങ്കിൽ പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് സ്ത്രീവധം എന്ന ദുഷ്പ്രവൃത്തി അങ്ങ് ചെയ്യരുത്, ദുഷ്പേരുണ്ടാക്കരുത്. അങ്ങ് പോരിന് പോരണം, യുദ്ധത്തിന് പോവുക. അഭിമാനത്തോടു കൂടി പോരാടിയിട്ട് രാജകുമാരന്മാരെയും ബാലന്മാരെയും ഒക്കെ വധിച്ച് ഈ സീതാദേവിയെ സ്വന്തമാക്കണം. മനോദുഃഖമെല്ലാം ഉപേക്ഷിക്കും. അപ്പോൾ സുപാർശ്വൻ പറഞ്ഞത് കേട്ടപ്പോൾ രാക്ഷസ രാജാവ് അപ്പോൾ തന്നെ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നു മന്ത്രിമാരോട് താല്പര്യം കാര്യാലോചനയൊക്കെ നടത്തി ശേഷിച്ച രാക്ഷസന്മാരോടുകൂടി ഇനി യുദ്ധത്തിന് പുറപ്പെടാം. ഇനി വേറെ സൈന്യത്തെ എല്ലാം സംഘടിപ്പിച്ച് രാക്ഷസ സൈന്യത്തെ ആകെ അപ്പോൾ നേരം കൊണ്ട് പുറപ്പെട്ടു. രാവണൻ പിന്നെ ഒറ്റയ്ക്ക് ബാണങ്ങൾ പ്രയോഗിച്ച് രാവണനെ പരിക്കേൽപ്പിച്ചു. ധാരാളം മുറിവൊക്കെ പറ്റി തളർന്ന് അവശനായിട്ടുള്ള രാവണൻ ധൈര്യം നഷ്ടപ്പെട്ടു. ലങ്കാപുരിയിലേക്ക് തിരിച്ചുപോയി. രാവണൻ തോറ്റു തിരിച്ചു വിശ്രമിച്ചു. ഇനി രാമനെ എങ്ങനെയെങ്കിലും ജയിക്കണമെങ്കിൽ ഈ ശക്തി പോരാ, കൂടുതൽ ശക്തി നേടണം. അതിനുള്ള ഹോമാദികളും ഒക്കെയാണ് ഇനിയുള്ള ഭാഗ്യങ്ങൾ. ഇപ്പോൾ സാർ, നമ്മളിപ്പോൾ യുദ്ധകാണ്ഡത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധകാണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മേഘനാഥൻ്റെ വധമാണ്. അത് കഴിഞ്ഞു. അതിനുശേഷമുള്ള രാവണ വിലാപത്തിൽ നമ്മൾ ഈ ഭാഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ.